ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ 2 സിനിമകളുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ, മഞ്ഞുമൽ ബോയ്സിന്റെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ പ്രേമലു എന്ന നെസ്ലൻ സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ വർധന തന്നെയാണ് ബോക്സ് ഓഫീസിൽ സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇതേ സമയം 75 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് ശനിയാഴ്ച അത് 88 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 1,60,00,000-നും 2 കോടിക്കും ഇടയിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകും. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 52 കോടിയിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 95-96 കോടി റേഞ്ചിലേക്കും 30 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടുന്നതാണ്. എല്ലാ അർത്ഥത്തിലും വേറെ ലെവൽ കളക്ഷൻ തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് സിനിമയ്ക്ക് തിയേറ്ററുകളിലുണ്ട് എന്ന് ഒരു മാസം പിന്നിടുമ്പോഴുള്ള കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നു. പ്രേമലുവിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം പ്രമയുഗം എന്ന സിനിമയ്ക്കും ഇന്ന് കളക്ഷൻ വർധന സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ കളക്ഷൻ വർധനയാണ് ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ശനിയാഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 5,48,945 രൂപയായിരുന്നു കളക്ഷൻ എങ്കിൽ ഇന്നത് 6,74,751 രൂപയാണ്. വെള്ളിയാഴ്ച കളക്ഷൻ പോലെ തന്നെ ഇന്ന് ശനിയാഴ്ചയും സിനിമയ്ക്ക് 10 ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ 22 ദിവസത്തെ കൃത്യമായ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം 23,50,00,000-ലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് 22 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ തിങ്കളാഴ്ച പുറത്തു വരുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കർണാടക ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിലെ വൻ തരംഗത്തിനിടയിൽ അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു സംസ്ഥാന കളക്ഷനായിട്ട് കർണാടക കളക്ഷൻ മാറുകയാണ്. 7,25,00,000 കളക്ഷൻ നേടിയെടുത്ത് കർണാടകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ്. സിനിമയുടെ ഫൈനൽ കർണാടക കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്ന് ശനിയാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെ 140 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കിടക്കുന്ന സിനിമ നാളെ ഞായറാഴ്ചയോടെ 150 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ്. എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ വൻ കുതിപ്പാണ് സിനിമ നടത്തുന്നത് എന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് വ്യക്തമാകുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.